ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ പവിത്രത്തിന്റെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ അനിയൻകുട്ടിനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വേദയും വിക്രവും കൂടി എത്തിയിരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേർക്കും ഭയങ്കര ടെൻഷനാണ്, ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ രണ്ടുപേരൂടെ വരുന്നത്. അപ്പോൾ ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നു. എന്താ കേസ് എന്ന് ചോദിച്ചു. ഡോക്ടർ എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണം, അത് എന്ത് പറ്റിയ കേസാ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് ഇതെന്തോ കത്തിക്കുത്തി കേസാണല്ലോ, അടിപിടിയാണോ? അപ്പം ഇങ്ങനെ കുറേ നേരം വിക്രം നിന്നിട്ട് അത് പിന്നെ അബദ്ധം പറ്റിയതാ. അനിയൻകുട്ടൻ അവിടെ ആരോ അവിടെ വന്ന് അടിപിടി ഉണ്ടാക്കിയപ്പോൾ ഇടയ്ക്ക് കയറിയതാ, അറിയാതെ അങ്ങനെ കൊണ്ടതാ. അതങ്ങനെ തോന്നുന്നില്ലല്ലോ ഇത് കണ്ടിട്ട്. ഇത് അറിയാവുന്ന ആരോ ചെയ്ത പണി തന്നെയാന്നാ തോന്നുന്നത്, ലക്ഷണം കണ്ടിട്ട് അങ്ങനെ തന്നെയാ തോന്നുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഏതായാലും സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കോളൂ, ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ ഇതൊന്നും പറ്റില്ല എന്ന് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു. ഡോക്ടർ അതെങ്ങനെയാ 24 hours കാഷ്വാലിറ്റി എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ, അത് ആക്സിഡന്റ്, ഇത് വെട്ടുകേസാ, ഇത് രണ്ടും രണ്ടാ. ചെല്ല ഇപ്പൊ ഈ ആശുപത്രി വെച്ച് ഡോക്ടർക്ക് ഇങ്ങനെ സംഭവിച്ചാലും ഇങ്ങനെ തന്നെയാണോ ചെയ്യാ? ആനിയൻകുട്ടനോട് അവർ ചെയ്തതുപോലെ ഡോക്ടർക്കിട്ട് ഞാനൊരു പണി തന്നാ ഇത് തന്നെയാണോ റൂള് എന്ന് വിക്രം ചോദിക്കാണ്. അതെ, താൻ എന്താ ഭീഷണിപ്പെടുത്തുകയാണോ? ഇതിന്റെ റിസൾട്ട് എന്താന്ന് തനിക്കറിയോ എന്ന് ഡോക്ടർ ചോദിക്കുകയാണ്. ഓഹോ, ആദ്യം ചെയ്തല്ലേ സാറേ, പിന്നെയല്ലേ റിസൾട്ട് വരുള്ളൂ. വിക്രം മതി എന്ന് പറഞ്ഞു വേദ. നിർത്ത്. അപ്പൊ വേദ വേഗം തന്നെ ഡോക്ടർ പ്ലീസ്, ആദ്യം ചികിത്സ പിന്നീട് നിയമം, അതാണ് ശരി. അതുകൊണ്ട് ആസ് എ ഡോക്ടർ നിങ്ങളുടെ മുന്നിൽ ഒരു പേഷ്യന്റ് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ആ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുക, ജീവൻ നിലനിർത്താനുള്ള കാര്യങ്ങൾ അത് നിങ്ങൾ ചെയ്തിരിക്കണം. അതാണ് എത്തിക്സും നിയമവും. എന്താ ശരിയല്ലേ ഡോക്ടർ എന്ന് ചോദിച്ചു. അത് ചെയ്തില്ല എങ്കിൽ നിങ്ങൾ നിയമം തെറ്റിക്കുകയാണ്, അറിയാലോ. അപ്പൊ കുറച്ചു നേരം ഡോക്ടർ ഇങ്ങനെ മിണ്ടാതെ നിന്നു. ഇതിന്റെ പിറകിൽ എന്ത് കേസുണ്ടെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതെ ഡോക്ടർ. അപ്പൊ വിക്രം വേഗം താന്നു. ദേഷ്യം സങ്കടം കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി സാർ, ഒന്ന് ക്ഷമിക്ക്, ഒന്ന് ഇവനെ പ്ലീസ് നോക്കണം എന്ന് പറഞ്ഞു. ഡോക്ടർ എന്ത് കേസുണ്ടെങ്കിലും എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഞാൻ ഏറ്റെടുത്തോളാം പ്ലീസ് എന്ന് പറഞ്ഞു വേദ. അവസാനം ഡോക്ടർ എന്നാ ഇതിനെ കയറ്റിക്കൊണ്ടുപോവാ എന്ന് പറഞ്ഞു ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. അകത്തേക്ക് കൊണ്ടുപോയി അനിയൻകുട്ടന്റെ ഇതെല്ലാം ക്ലീൻ ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് ഓരോ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വിക്രം ആളാകെ തകർന്നു പോയി എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ വേദ അടുത്ത് ചെന്ന് വിക്രത്തിനെ ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയത്താണ് ജോസഫും സജീവനോടെ വരുന്നത്. എടാ എന്താടാ പറ്റിയത് എന്ന് ചോദിച്ചു. ഇന്ന് അനിയൻകുട്ടന്റെ ബർത്ത്ഡേ ആയിട്ട് ആള് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അപ്പൊ ഇവന്മാര് വന്നപ്പോ കാര്യങ്ങളൊക്കെ നടന്നത് വിക്രം ഇവരോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. എന്നാലും ഈ അവസ്ഥ ഉണ്ടായല്ലോ എന്ന് ഓർത്ത് ഇവരാകെ ടെൻഷനിലാണ്. അപ്പൊ ഡോക്ടർ ട്രീറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് മുറിവ് ഞാൻ ഡ്രസ് ചെയ്തിട്ടുണ്ട്. അതെ, തോളലിന് ഒരു സർജറി വേണ്ടി വരും, അത് സർജൻ വന്നിട്ട് നാളെ തീരുമാനിച്ചോളും. ഇപ്പോ ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ബ്ലഡ് അറേഞ്ച് ചെയ്തേണ്ടി വരും, ഡീറ്റെയിൽസ് നേഴ്സ് പറഞ്ഞു തരും. ഓക്കെ, താങ്ക് യു ഡോക്ടർ എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ അങ്ങോട്ടേക്ക് പോയി. ഒരാളകത്തേക്ക് വന്നോളൂ, കാര്യം പറഞ്ഞു തരാം. അപ്പൊ വിക്രം അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോ വിക്രം ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് സജീവൻ നേരെ അകത്തേക്ക് പോയി. അപ്പൊ വിക്രം ആകെ തകർന്നിങ്ങനെ നിൽക്കാണ്. വിക്രം വേഗം തന്നെ നോക്കിയിട്ട് പോക്കറ്റിൽ നിന്ന് താക്കോലെടുത്ത് നമ്മുടെ ജോസഫിന്റെ കയ്യിലേക്ക് കൊടുത്തു. അതെ, നീ ഇവളെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് വാ എന്ന് പറഞ്ഞു. അപ്പൊ വേഗം തന്നെ വേദ സാരമില്ല, ഞാനിവിടെ നിന്നോളാം. വേണ്ട, ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞാ നേരം വെളുക്കും, നീ വീട്ടിലേക്ക് ചെല്ല, അല്ലെങ്കിൽ അവര് പേടിക്കും എന്ന് പറഞ്ഞു. അപ്പൊ വേദയോട് പൊയ്ക്കോളൂ, ഞാൻ വിളിച്ചോളാം. അവസാനം വാ. അപ്പൊ വേദയോട് വിളിച്ചോണ്ട് ജോസഫ് മനസ്സോടെ ആണെങ്കിലും വേദ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ പത്രക്കാരൻ വന്ന് പത്രം ഇട്ടു. അപ്പൊ മാഷ് വന്ന് പത്രം എടുത്തോണ്ട് നിൽക്കുമ്പോഴാണ് വേദ കയറി വരുന്നത്. ജോസഫിന്റെ കൂടെ വന്നുകൊണ്ട് അപ്പൊ മാഷ് ചോദിക്കുകയാണ് വന്നോണ്ടേ തന്നെ, ഇത് എവിടെ പോയിരുന്നു രാത്രിയില് എന്ന് ചോദിച്ചു. എവിടെന്നാ ഈ സമയത്ത്? അത് പിന്നെ വിക്രത്തോടൊപ്പം പോയതാ. എന്നിട്ട് വിക്രം എവിടെ എന്ന് ചോദിച്ചു. അത് പിന്നെ വിക്രം വന്നില്ല, ആ അനിയൻകുട്ടന് സുഖമില്ലാതെ ആശുപത്രിയിൽ പോയിരിക്കുക. ഓഹോ, അല്ല അപ്പോ നിങ്ങൾ രണ്ടുപേരും ഇന്നലെ എപ്പോഴാ പോയത്? ഇന്നലെ രാത്രി. എവിടേക്ക്? അത് പിന്നെ അനിയൻകുട്ടന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നോ, അതിനുവേണ്ടി പോയതാ. ഓഹോ, അപ്പോ അത് കഴിഞ്ഞിട്ടാണോ അവന് സുഖമില്ലാതായത്? അതെ. അപ്പം മാഷ് കാര്യമായിട്ട് പറയണം, അപ്പോ ഫംഗ്ഷൻ നടക്കുന്നിടത്തേക്ക് ഗുണ്ടകൾ കയറി വന്ന് കാണുമായിരിക്കും അല്ലേ?
എന്താ അവരുമായി തല്ലുണ്ടാക്കിയ തല പൊളിച്ച് വിക്രമാണോ ആശുപത്രി പോയിരിക്കുന്നത്? അല്ലച്ച, വിക്രത്തിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നാ പിന്നെ നിന്നെ അവന് കൊണ്ടുപോയിരുന്നല്ലോ, എന്തിനാ മറ്റൊരാൾ എന്ന് ചോദിച്ചു. അപ്പൊ ഒന്നും മിണ്ടിയില്ല വേദ. മോളെ, ഒരു കാര്യം പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു. നീ വിക്രമിന്റെ കൂട്ടുകാരോടൊപ്പോ അതോ നിന്റെ ആൺ സുഹൃത്തുക്കൾക്കൊപ്പമോ രാത്രിയോ വെളുപ്പിനോ സഞ്ചരിക്കുന്നതിലോ ഇവിടെ വന്ന് ഇറങ്ങുന്നതിലോ ഞാൻ ഒരിക്കലും തെറ്റ് പറയില്ല. അതെന്നെ കൊണ്ട് കഴിയുകയില്ല. മാത്രവുമല്ല അതിലൊരു ശരികേടും ഞാൻ കാണുന്നുമില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, നാട്ടുകാർ ചിലപ്പോ ചിലത് പറയാൻ തുടങ്ങും. ആ വയസ്സുകാലത്ത് അവരുടെ ദുഷിപ്പൂടി കേട്ടുകൊണ്ട് നടക്കാൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് അവനോടൊപ്പം നീ അവന്റെ ഒപ്പം കൂട്ടുകാരനോടൊപ്പം വന്ന് ഇറങ്ങണമെങ്കിൽ അവൻ ഇന്നലെ ഏതോ കുഴപ്പത്തിൽ ചെന്ന് ചാടിയിരിക്കണം എന്ന് ഊഹിക്കാൻ എനിക്ക് അധികം ബുദ്ധിയൊന്നും വേണ്ടെന്ന് നിനക്കറിയാലോ. അതുകൊണ്ടാ പറയണത്, അവനോടൊപ്പം ഇങ്ങനെയുള്ള സമയത്ത് ഇറങ്ങിത്തിരിക്കുന്നത് സൂക്ഷിക്കണം എന്ന്. മനസ്സിലായോ? എന്നിട്ട് മാഷ് നേരെ അകത്തേക്ക് പോയി. അപ്പൊ ശ്രീജ വന്നു. എന്താ വേദേ, എന്തു പറ്റി? ഒന്നുമില്ല ശ്രീജേർത്തി എന്ന് പറഞ്ഞു. എന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞത്? അറിയില്ല ശ്രീജേച്ചി എന്ന് പറഞ്ഞ വേദ നേരെ റൂമിലേക്ക് പോയി. വേദയ്ക്ക് ആകെ സങ്കടമായി. അനിയൻകുട്ടന്റെ ആ കരച്ചില് വേദയുടെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങാണ് കേട്ടോ. വല്ലാതെ വിഷമിപ്പിച്ചു വേദ. എന്നിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ കരയാണ്. അനിയൻകുട്ടനെ ഓർത്ത് വല്ലാതെ സങ്കടപ്പെട്ടിരുന്നാണ് കരയുന്നത്. കാണുന്ന വിക്രത്തിനെയും ജോസഫും സജീവനും ഒക്കെ നിൽപ്പുണ്ട്. ഈ സമയത്ത് അവിടേക്ക് ഓട്ടോറിക്ഷ വിളിച്ച് നമ്മുടെ അനിയൻകുട്ടന്റെ അച്ഛൻ എത്തുകയാണ് കേട്ടോ. അപ്പം അച്ഛൻ ഓടി വന്നിട്ട്, മോനെ വിക്രം, എന്താ സംഭവിച്ചത്? എന്റെ മോനെ എന്താ സംഭവിച്ചത്? അവൻ എവിടെ എന്ന് പറഞ്ഞു. അച്ഛൻ വാ എന്ന് പറഞ്ഞു അനിയൻകുട്ടനെ ചെന്ന് കണ്ട കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത് കണ്ട് അച്ഛന് സഹിക്കാൻ പറ്റിയില്ല കേട്ടോ. നോക്കി നിന്നിട്ട്, ഇന്നലെ നിങ്ങൾ എല്ലാവരോടി അവനൊരു പാർട്ടി കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ പോകുന്നത് അവൻ. ഇതായിരുന്നോ ആ പാർട്ടി അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പൊ മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് വിക്രം. അപ്പൊ കുറച്ചു നേരം നിന്നിട്ട്, പേഷ്യന്റ് മയക്കത്തിലാണ്, ഇവിടെ നിന്ന് കരഞ്ഞ് ബഹളം വെക്കരുത് പ്ലീസ്. അവസാനം അച്ഛനെയും വിളിച്ചുകൊണ്ട് ഇറങ്ങി ചെല്ലുകയാണ് കേട്ടോ താഴോട്ട്. അപ്പൊ ഇത് കണ്ടപ്പോഴത്തേനും അച്ഛനെ സഹിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. എന്നിട്ട് ഇവിടെ കൊണ്ടുപോയി വിക്രം ഇവിടെ ഇരുത്തുകയാണ്. പേടിക്കാനൊന്നുമില്ല, ഇന്ന് ഓർത്തോ സർജൻ വന്നിട്ട് സർജറിയുടെ കാര്യം തീരുമാനിക്കാം എന്നാ പറഞ്ഞിരിക്കുന്നത്. പേടിക്കൊന്നും വേണ്ട, തോളലിന് ഒരു പൊട്ടലുണ്ട്, അതാ, വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ വേഗം തന്നെ അച്ഛൻ അവിടെ ഇരുന്നിട്ട്, അതെ സത്യം പറയട്ടെ, ഈ ശരീരം വെച്ച് മുറിയെ പണിയെടുത്ത് ജീവിക്കുന്നയാളാ എന്റെ കുട്ടി. സത്യത്തില് ആ വർക്ക്ഷോപ്പിൽ തന്നെ ഊണും ഉറക്കും ആക്കിയത് വാടക കാശുകൂടി ലാഭിക്കാലോ എന്ന് വിചാരിച്ചിട്ടാ അവൻ. എന്നിട്ടും നിനക്കറിയോ വിക്രം, അവൻ വാങ്ങിയ 3 സെന്റ് സ്ഥലത്ത് ഒരു ചെറിയ വീട് വെച്ച് അടുത്ത വർഷത്തോടെ അവിടേക്ക് താമസം മാറാന്ന് എന്നോട് പറഞ്ഞിരുന്നതാ അവൻ. ഒക്കെ ശരിയാവും, അവനൊന്നും സംഭവിക്കില്ല. വയ്യാത്ത കുട്ടിയാന്ന് പറഞ്ഞ് ഒരിക്കൽ ഞാൻ അവനെ കളഞ്ഞിട്ട് പോയവനാ ഞാൻ. എന്നിട്ട് അവൻ തന്നെ അവസാനം ആരുമില്ലാത്ത എന്നെ തേടി കണ്ടുപിടിച്ച് എന്നെ ഇവിടെ എത്തിച്ചു. അവൻ ഒരാൾക്കും ഒരു ദ്രോഹവും അവൻ ഇന്നേ വരെ ചെയ്തിട്ടില്ല, ഇനിയോട്ട് ചെയ്യുകയില്ലെന്നും എനിക്കറിയാം. ഇങ്ങനെ വെട്ടുകൊണ്ട് ചോര ഒലിപ്പിച്ച് കിടക്കാൻ മാത്രം അവൻ എന്ത് തെറ്റാ വിക്രം ചെയ്തത് എന്ന് ചോദിച്ചു. എന്തിനാ നിങ്ങൾ എല്ലാവരോടും അവനെ ഇത് വരുത്തി വെച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നും മറുപടി ഉണ്ടായിരുന്നില്ല വിക്രത്തിന്. ഇത് എങ്ങനെ സംഭവിച്ചതാണെന്നും അതിന്റെ ആരാണെന്നും എനിക്കറിയാം എന്നായിരുന്നു അച്ഛന്റെ മറുപടി. അപ്പൊ വിക്രത്തിനെ ഒന്ന് നോക്കി. അത്ര നേരം ഉണ്ടായിരുന്ന സഹതാപം ഒക്കെ ആളുടെ മാറി. ഒരു ദേഷ്യഭാവത്തിൽ, നീ ഓർത്തോ വിക്രം, നിന്റെ ജീവിതമാ എന്റെ മോന് ഈ ദുരന്തം നേടിക്കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ജീവിതം കൊണ്ട് നിന്റെ അച്ഛനും അമ്മയും ഒരിക്കൽ ഇതുപോലെ തന്നെ കരിയും, അത് ഉറപ്പാ, അത് നീ മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ആ അച്ഛൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പൊ വിക്രത്തിന് ഭയങ്കര സങ്കടമായി, സെന്റിമെന്റലായി ആള് ഭയങ്കരമായിട്ട്. വിക്രം നേരെ വീട്ടിലേക്ക് വരുവാണ്. അപ്പൊ വേദ അവിടെ ഇരിപ്പുണ്ട്. വിക്രം വന്നുണ്ടേ തന്നെ അലമാരിയും സകല സാധനങ്ങളും ഇരുന്ന് തപ്പുവാണ്. എന്താ ഇത്, നിങ്ങൾ എന്താ തപ്പുന്നത്? അനിയൻകുട്ടൻ എങ്ങനെയുണ്ട്? ഡോക്ടർ എന്താ പറഞ്ഞത് എന്നൊക്കെ വേദ പുറകെ നടന്ന് ചോദിക്കുകയാണ്. ഒന്നും മിണ്ടുന്നില്ല. ആള് പെട്ടി നോക്കിയപ്പം അതിനകത്തൊരു കത്തി ഇരിപ്പുണ്ട്. ഓഹോ, ഇത്രയൊക്കെ ആയിട്ടും നിങ്ങൾക്ക് ഇനിയും മതിയായിട്ടില്ല അല്ലേ എന്ന് ചോദിച്ച വേദ. അപ്പൊ കത്തി എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഈ ചോര ചിന്തുന്നത് ഇനിയും നിങ്ങൾക്ക് അവസാനിപ്പിക്കാനായില്ലേ വിക്രം? എന്താ വിക്രം ഇത്? അതുകൊണ്ടാ ആ പാവം ആശുപത്രിയില് ചോര വാർന്ന് കിടക്കുന്നത്. നിങ്ങൾക്ക് അതെങ്കിലും ഒന്ന് ഓർത്തുകൂടെ വിക്രം?
നിങ്ങളുടെ കൂട്ടുകാരനായ ആ പ്രാവം ഇടയിൽ വന്ന് കയറിയില്ലായിരുന്നെങ്കിൽ നിങ്ങളിപ്പോ അവിടെ കിടന്നേനെ. അത് മനസ്സിലാക്കിയിട്ട് പോരെ ഇനിയുള്ള നിങ്ങളുടെ എടുത്തുചാട്ടമല്ല, തീരുമാനിച്ചുറപ്പിച്ചിട്ട് തന്നെയാ ഞാൻ വന്നിരിക്കുന്നത്. ഒരു തെറ്റും ചെയ്യാത്ത അനിയൻകുട്ടനൊപ്പം ഇവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്തവൻ അതിനുള്ള ഉത്തരം പറഞ്ഞേ പറ്റൂ. അതിനുള്ള മാർഗം നിയമമാണ്, കത്തിയല്ല. ഞങ്ങൾ നിയമവും നീതിയും നടപ്പിലാക്കുന്നത് ചിന്തിയ ചോരയുടെ ചൂടുകൊണ്ട് തന്നെയാ. അപ്പോ ആരുടെ ജീവനെടുത്ത് പന്താടാം എന്നാണോ ഈ കളിയിൽ? നിങ്ങളും ഒരിക്കൽ തോൽക്കും വിക്രം. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? അറിയാം, എനിക്ക് നന്നായി അറിയാം. കൊല്ലാൻ മാത്രമല്ല, ചാവാനും പേടിയില്ലാത്തത് കൊണ്ട് തന്നെയാ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അപ്പോ നിങ്ങളുടെ വീട്ടുകാർ, നിങ്ങളുടെ കുടുംബം, നിങ്ങൾ ആരെയും ചിന്തിക്കുന്നില്ലേ? ഇത്രയും കാലത്ത് നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങൾക്ക് ആരോടും ജീവിതത്തിൽ ഒരു കടപ്പാട് തോന്നിയിട്ടില്ലേ? കൂട്ടത്തിൽ ഒരുത്തം വീണ് ചാവാറായി കിടക്കുമ്പോ ബന്ധങ്ങളുടെ പേരും പറഞ്ഞ് ഒളിച്ചിരിക്കാൻ മാത്രമുള്ള ഭീരുവല്ല ഈ ഞാൻ എന്ന് പറഞ്ഞു. എന്താ വിക്രം, മാറി നിൽക്ക് എന്ന് പറഞ്ഞു. അപ്പൊ വേദ തടസ്സം നിൽക്കാണ്. പറയുന്നൊന്ന് കേക്ക്, എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ കൂടുതൽ അപകടമാണ്. മാറി നിൽക്കടി എന്ന് പറഞ്ഞ് ഇവളെ തള്ളി മാറ്റിയിട്ട് വിക്രം ഇറങ്ങണം. അപ്പൊ ഇറങ്ങുന്നതിന് മുന്നേ ഒന്ന് തിരിഞ്ഞു വന്നു. അതെ, നീ പറഞ്ഞത് ശരിയാ. ഈ കളിയിൽ എന്നെങ്കിലും ഒരു പക്ഷേ ഇന്ന് തന്നെ ഞാൻ ചിലപ്പോൾ തോറ്റുന്ന് വരും, ചത്ത മണ്ണടിഞ്ഞൊന്നും വരും. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, സ്വന്തം ജീവിതം പോയി നന്നായി ജീവിക്കാൻ ഞാൻ പറഞ്ഞത്. ഇനിയും വൈകിട്ടില്ല എന്ന് പറഞ്ഞ് വിക്രം അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോവാണ്. ഇതുകൊണ്ട് വേദ ആകെ പേടിച്ചു പോയി. വേദ വേഗം തന്നെ നമ്മുടെ അച്ഛമ്മയെ വിളിക്കണം. അച്ഛമ്മേ, എനിക്ക് അച്ഛമ്മേനെ അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞ് വേദ ഫോൺ വിളിച്ചത്. അപ്പൊ കരഞ്ഞുകൊണ്ടാണ് വിളിച്ചത്. പിന്നെ കാണുന്നത് ശ്രീകാര്യം ശ്രീനിവാസന്റെ അടുത്തേക്ക് വിക്രവും ജോസഫും എത്തിയിരിക്കുകയാണ്. അപ്പം പുളിക്കനുണ്ട് കേട്ടോ. വിട്ടുകളഞ്ഞത് അവനെ മോശമായി പോയി എന്നാണ് ശ്രീനിവാസന്റെ അഭിപ്രായം. അവനെ നമ്മൾ അന്നേ തീർത്ത് കളയേണ്ടതായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ആ വാസവന്റെ കൂടെ ചേരുമെന്ന് നമ്മൾ മുൻകൂട്ടി കാണാൻ പറ്റിയില്ല. അഭിലാഷിനൊപ്പം ഇത്തവൻ വാസവന്റെ മകൻ വരുണും ഉണ്ടായിരുന്നു. ആര്? മുമ്പൊരിക്കൽ പോക്സോ കേസിൽപ്പെട്ട് ദുബായിക്ക് പോയ ആ വരുണാണോ? അതെ, വാസവൻ കേസ് കൊടുത്ത് കാശ് പിൻവലിച്ചപ്പോ, അല്ലെങ്കിൽ ആ കേസ് കളഞ്ഞപ്പോ ആ ചെറുക്കൻ നാട്ടിലേക്ക് മടങ്ങി. അവന്റെ കയ്യിലില്ലാത്ത പരിപാടിയൊന്നുമില്ല. കഞ്ചാവും മയക്കുമരുന്നും ഉൾപ്പെടെ എല്ലാം ഉണ്ട് സാറേ. അവൻ ആരുടെ കൂടെയാണ് എന്നുള്ളത് പ്രശ്നമല്ല. ആനിയൻകുട്ടിനെ ആ സ്ഥിതിയിലാക്കിയിട്ട് അവനെ വെറുതെ വിടണമെന്നാ? അപ്പൊ വിക്രം, ആനിയൻകുട്ടിന് എങ്ങനെയുണ്ട്? സർജറി കഴിഞ്ഞു എന്ന് പറഞ്ഞു. തോളലില് സ്റ്റീൽ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോ ജോലി ചെയ്യാൻ ഉടനെ എങ്ങും പറ്റൂന്ന് തോന്നില്ല. എന്തൊക്കെയായാലും എല്ലാ പ്രശ്നങ്ങളും മറികടന്ന് ജീവിക്കുന്നവനായിരുന്നു. അവന് ജീവിക്കാനുള്ള വഴിയൊക്കെ കണ്ടെത്താം. പക്ഷെ അവനെ അവസ്ഥയിലാക്കിയിട്ട് ആ അഭിലാഷ് ജീവിതത്തിലൂടെ അല്ലെങ്കിൽ ഞെളിഞ്ഞു നടക്കണ്ട. അതിന് ഞാൻ സമ്മതിക്കില്ല സാറേ എന്ന് പറഞ്ഞു. ആദ്യം നീ അവൻ എവിടെയുണ്ടെന്ന് നീ കണ്ടുപിടിക്കുക, എന്നിട്ട് എന്ത് വേണമെന്ന് ഞാൻ പറയാം. സാറേ എന്ന് വിളിച്ചു. ഞാൻ പറയുന്നത് കേൾക്ക് വിക്രം എന്ന് പറഞ്ഞു. അപ്പൊ ശ്രീനിവാസൻ പറഞ്ഞതനുസരിച്ച് തന്നെയാണ് വിക്രം, നിന്റെ ഉള്ളിലെ ദേഷ്യവും സങ്കടവും പകരം വീട്ടാനുള്ള തിടുക്കവും ഒക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ അത് എടുത്തു ചാടി ആളുകൾ അറിഞ്ഞു തന്നെ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ നിനക്ക്? ആദ്യം നീ ആളെ കണ്ടെത്ത്, ബാക്കിയൊക്കെ നമുക്ക് വരുന്ന വെച്ച് കാണാം. വട എന്ന് പറഞ്ഞ് ജോസഫിനെയും കൂട്ടി ഇവര് നേരെ അഭിലാഷിനെ അന്വേഷിച്ച് ഊര് മൊത്തം ഇതാക്കുവാണ് കേട്ടോ. എല്ലായിടത്തും, ചന്തയിലും മാർക്കറ്റിലും പിന്നെ അവിടെ ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പിലും അങ്ങനെ എല്ലായിടത്തും ചെന്ന് ഇവരിങ്ങനെ തപ്പിക്കൊണ്ട് നടക്കുകയാണ് കേട്ടോ. ഇവനെ എവിടെയും കണ്ടെത്താൻ സാധിക്കുന്നില്ല. അവിടെ ഉള്ളവരോടൊക്കെ ഇവർ ചോദിക്കുന്നുമുണ്ട്. അങ്ങനെ പരതി നടക്കുകയാണ് അഭിലാഷിന്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു.